നമ്മുടെ നാട്ടിലെ എല്ലാ ജോലിക്കും ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ജോലിക്കായാലും ഏതാണ്ട് പ്രൈവറ്റിലൊക്കെ ആയാലും ഏകദേശം നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട്. 58 60 62 പോട്ടെ 65 വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവർക്കൊരു പ്രായപരിധി ഇല്ല. മരണമാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ പ്രായപരിധി. എന്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഒരു കൊച്ചുനാളിൽ ഒരു 7 6 8 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരാൾ മത്സരത്തിന് വന്നു. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, വീടില്ല, ഒന്നുമില്ല എന്നും പറഞ്ഞു. അന്ന് പുള്ളി അവിടെ സ്ഥാനം കയറിയിട്ട് ഇന്ന് വരെ വേറൊരാൾക്ക് കൊടുത്തിട്ടില്ല. പുള്ളിയാണ് അന്ന് മുതൽ നിൽക്കുന്നത്. കോടീശ്വരനായി. ജനസേവനത്തിന് വന്നതാണ്. ഒരു രാഷ്ട്രീയക്കാരുടെ കാര്യമല്ല, മൊത്തമുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുന്നത്. ഇപ്പൊ പ്രായമായാലും 70 ആയാലും 80 ആയാലും മത്സരിക്കണമെന്നുള്ള മനസ്സ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അധികാരം എന്ന് പറയുന്നത് മദ്യത്തെക്കായും ലഹരിയാണ്. അതുകൊണ്ട് ഈ കുറച്ച് ആൾക്കാർ, ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി വീട്ടിൽ കുത്തിയിരുന്നിട്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാൻ നോക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കിലായാലും, CPM-ലായാലും കോൺഗ്രസിലായാലും. BJP ഇപ്പം അത്ര വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കേരളത്തിൽ BJPക്ക് സീറ്റുകൾ കുറവായതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് വരിക ചെയ്യുന്നത്. പക്ഷെ കോൺഗ്രസിന്റെയും CPM-ന്റെയും കാര്യം അങ്ങനെയല്ല. ആക്രാന്തം മൂത്ത്, അധികാരം മൂത്ത് ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ്. ഇതിനൊരു മാറ്റം വരണ്ടേ? പറയാതെ ഈ പ്രായമുള്ള ആൾക്കാരെയൊക്കെ, അത്യാവശ്യം പ്രായമുള്ളവരെ എല്ലാത്തെയും തോപ്പിക്കണം. എൻ്റെ ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ പാർട്ടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആൾക്കാരെ, ഏത് പാർട്ടി ആയാലും അവരെയും തോപ്പിക്കണം. 10 75 വയസ്സ് കഴിയുമ്പോൾ പാർട്ടി മാറുക, അവിടെ പോയി ഇലക്ഷൻ ജയിക്കുക, അവിടെ നിന്ന് ജയിക്കുക. 10 50 വർഷം ഒരു പ്രസ്ഥാനത്ത് ചെന്നിട്ട് അതിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അധികാരത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?